സ്ത്രീ ശരീരത്തിൽ നിന്ന് പുരുഷ ശരീരത്തിലേക്കുള്ള യാത്ര, അവിടെ നിന്ന് ബോഡി ബിൽഡിങ്ങിലേക്ക്, പിന്നീട് മിസ്റ്റർ കേരള ട്രാൻസ്മാനിലേക്കുള്ള അഭിമാനകരമായ യാത്ര. അതാണ് ജെയ്സന്റെ ജീവിതയാത്ര. എനിക്ക് നല്ലൊരു ട്രാൻസ്മാൻ ബോഡി ബിൽഡർ ആണെന്നാണ് എൻ്റെ ലക്ഷ്യം. സ്വന്തമായിട്ടൊരു ജിം ഇടണം, അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് നിൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് ചിറ്റാറാണ്, പത്തനംതിട്ട ചിറ്റാർ എവല്യൂഷൻ ജിമ്മിലാണ് ഞാൻ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇപ്പം നമ്മളെ ട്രെയിനിങ് ചെയ്യുന്നതാണ്, ഫീസൊന്നും ഇല്ലാതെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ട്രാൻസ്മാൻ ആണെന്ന് അറിയാം. നല്ല സപ്പോർട്ട് വരുന്നുണ്ട്, അങ്ങനെ നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അജിൽ കുമാറിൻ്റെ രീതിയിലാണ് നമ്മൾ ട്രെയിനിങ് ചെയ്യിപ്പിച്ചിപ്പം ഇങ്ങോട്ട് വിട്ടത്. അങ്ങനെ കേരളയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം. ഈ ലക്ഷ്യത്തിന് പിന്നിലുള്ള യാത്രയുടെ വേദന വിവരിക്കാനാവില്ല. പടിക്കേഴ്സ് ക്ലാസിക്കൽ 49ാമത്തെ മിസ്റ്റർ കേരള മത്സരത്തിലാണ് ഈ വിജയം സ്വന്തമാക്കിയത്. നിശ്ചയദാർഢ്യം ഒന്ന് മാത്രം കൈമുതലാക്കി ട്രാൻസ്മാൻ ട്രാൻസ്വുമൻ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരും യഥാർത്ഥത്തിൽ വിജയികളാണ്. മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ ജാൻവിന് പറയാനുള്ളത്, ഞാൻ ബേസിക് അത്ലറ്റാണ്. അപ്പോൾ പല കാറ്റഗറിയിലും ട്രാൻസ്മെൻസിന് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് കാറ്റഗറി ഇല്ല. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഇന്ന് മത്സരിക്കുന്നു. നാളെ ഒട്ടനവധി ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ വരണം, അവർക്ക് കാറ്റഗറി കൊണ്ടുവരണം. പിന്നെ ഇന്ത്യയിൽ തന്നെ ബോഡി ബിൽഡിങ്ങിന് മത്സരിക്കണം, അവിടെയും ഗോൾഡ് മെഡൽ മേടിക്കണം, ഉയരങ്ങളിൽ പോകണം. ആ ഒരു ലെവലിലാണ്. ഇനി ട്രാൻസ്വുമൻ മത്സരത്തെക്കുറിച്ചാവാം. ഒളിമ്പിക്സിൽ 2015 ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളൊരു നിയമം തന്നെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ നിന്നൊന്നും ആരും തന്നെ സ്പോർട്സിൻ്റെ ഭാഗത്തേക്ക് വന്നില്ല. അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുക്കണം. അപ്പം ട്രാൻസ്ജെൻഡർ വ്യക്തികളും കഴിവുള്ള ആളുകളാണ്. സ്പോർട്സിൽ നമുക്കും നമ്മുടേതായ കഴിവുകളുണ്ട്. നമ്മൾ പലരും എന്താ പറയുക നാഷണൽസൊക്കെ പല ഇവൻറ്റുകളിൽ പോയതാണ്. അപ്പോൾ ട്രാൻസിഷൻ ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു അവസരം ഇല്ലാത്തൊരവസ്ഥയാണല്ലോ. അപ്പോൾ നമ്മളും കഴിവുള്ള ആളുകളാണെന്നുള്ള മറ്റുള്ള മുന്നിൽ തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യുക, അത് തന്നെയാണ് നമ്മളൊരു ലക്ഷ്യം. ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ സ്വത്വം കണ്ടെത്തുന്ന അതിജീവനത്തിന്റെ പുതുചരിത്രം രചിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവർ ഒരു പ്രചോദനമാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.